തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം നല്ല രീതിയിൽ മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെട്ടിടം വിൽപ്പനയ്ക്കുണ്ട്. ഒന്നല്ല, 2 കെട്ടിടങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് ടോട്ടലായിട്ട് 10.5 സെൻറ്റിൽ നമുക്ക് ഈ ഒരു 2 കെട്ടിടങ്ങളാണുള്ളത്. ഇത് വന്നിട്ട് 6 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, അതായത് കിച്ചണോട് കൂടിയുള്ള 6 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളും അല്ലാണ്ട് 2 റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 2 റൂമുമാണുള്ളത്. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബെഡ്റൂം, കിച്ചൺ, നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെയുള്ള 6 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഇതിലുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഇപ്പോൾ ഡെയിലി റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അപ്പാർട്ട്മെൻറ്റ്സ് ഓരോന്നും ഡെയിലി റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്യാസ്, AC ഇങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതുപോലെ കട്ടിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടക്കമാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കുഴി റോഡ് കുറച്ചൊന്ന് വരുമ്പം കമല ടൂറിസ്റ്റ് ഹോമിന് മുൻപേ തന്നെ ഇടത്തേക്ക് കാണുന്ന റോഡ് കാസിൽ റോഡ് എന്ന് പറഞ്ഞ് കാണാം. ആ ഒരു ലൈനിനകത്ത് അകത്തേക്ക് ഒന്ന് കുറച്ച് ദൂരം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ME6 174 എന്നാണ് നമ്മുടെ വീട്ട് നമ്പർ. ആ വീട്ട് നമ്പർ നോക്കി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും. നമുക്കിത് ഇപ്പുറത്തെ വശത്തേ ഇരിക്കുന്ന ഇത് വന്നിട്ട് വീടാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഓണർ താമസമുണ്ട്. മേളത്തെ നിലയിൽ ഇതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മെഡിക്കൽ കോളേജിലിരിക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരും അല്ലെങ്കിൽ മെയിനായിട്ട് RCCയിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നവരും ഇങ്ങനെയുള്ളവർക്കൊക്കെ ആണ് ഇപ്പോൾ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇവിടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു 3 മാസം 6 മാസം അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു താമസിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഫുഡെല്ലാം വെച്ച് കഴിക്കാം. ആ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. മേളത്തെ നിലയിലാണെങ്കിൽ നമുക്ക് അതുപോലെ ഒരു 4 ബെഡ്റൂമും അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് വലിയൊരു കിച്ചണും ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് റൂംസും അവർക്കുള്ള ഓരോരുത്തർക്കുള്ള സ്റ്റൗവും ഇതെല്ലാം ആയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനും ഒരു നിശ്ചിതമായിട്ടുള്ള റെൻറ്റ് വാങ്ങാൻ സാധിക്കും. നമുക്ക് മന്ത്ലി നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് നോക്കുന്നവരാണെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് തൊട്ടടുത്താണ്. അതുപോലെ നമുക്ക് ചാലക്കുഴി റോഡ്, അതായത് പട്ടത്തു നിന്ന് കയറി വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് പട്ടത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിർമ്മല ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴിയാണ് ഈ കാസിൽ ലൈൻ. അതുവഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. മുൻവശത്ത് നമുക്കൊരു 2-3 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്നുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല കേട്ടോ. മിക്കവാറും ആൾക്കാരും വരുന്നത് നമുക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ ട്രീറ്റ്മെൻറ്റായിട്ടൊക്കെ വരുന്നവരാണ് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ വീടുകളോ അല്ലെങ്കിൽ റൂമൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ 6 എണ്ണം ഉള്ളതിൽ 5 എണ്ണവും ഫുള്ള് ഓക്കുപ്പൈഡ് ആണ് കേട്ടോ. അതുപോലെ 2 കിച്ചൺ ഇല്ലാത്ത 2 എണ്ണത്തിലും 1 ഓക്കുപ്പൈഡ് ആണ്. അപ്പോൾ ടോട്ടൽ 2 എണ്ണം മാത്രമേ ഇപ്പോൾ ഒഴിഞ്ഞിടപ്പുള്ളൂ. അത് ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം, അതിനുശേഷം അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ ഓണർ താമസമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഫുള്ളായിട്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം. മേളത്തെ നിലയിൽ ഇപ്പം നമ്മൾ റെൻറ്റിന് കൊടുത്തേക്ക് വേണം കേട്ടോ. മേളിൽ 4 ബെഡ്റൂം, ഒരു എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 4 ബെഡ്റൂം, കിച്ചൺ, ആ രീതിയിലാണ് മേളിൽ വരുന്നത്. അപ്പോൾ അതിലും ഇപ്പോൾ താമസമുണ്ട്. നമുക്ക് അങ്ങോട്ടും കയറി ഇപ്പം കാണിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ നില വരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഹാള്, 3 ബെഡ്റൂം, എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. പിന്നെ വരുന്നത് കിച്ചണാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ 4 ബെഡ്റൂംസ് വരുന്നുണ്ട്. ഇത് ബെറ്റർ നിങ്ങളിത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് താഴത്തെ റൂമും ശരിക്കും ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഈ രോഗികൾക്കൊക്കെ വരുമ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മേളിലേക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ അവർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് താഴെയുള്ള ഓരോ റൂംസും ഓരോ ഫാമിലിക്കായിട്ട് അങ്ങനെ കൊടുത്ത് നമുക്ക് കിച്ചൺ വന്നിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതുവഴിയാണ് നമുക്ക് പിന്നീട് മേളിലേക്ക് സെപ്പറേറ്റ് ഇതുപോലുള്ള സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് മറുവശത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം വരുന്ന കെട്ടണം കേട്ടോ. ഇതിലിപ്പോൾ താഴത്തെ നിലയിൽ 2 സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, അതേ രീതിയിൽ തന്നെ മേളിലേക്കും പോവും. പിന്നെ നമുക്ക് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഇങ്ങോട്ട് വരുന്ന ഈ സ്പേസില്ലേ, ഈ സ്പേസിൻ്റെ മേളിലേക്ക് നമുക്ക് കിച്ചൺ ഇല്ലാണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം, അങ്ങനെ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റും ഒരു ഇതുപോലുള്ള റൂമും കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു റൂമാണ് കേട്ടോ. ഈ റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതിലാണെങ്കിൽ കിച്ചൺ ഉണ്ടാകത്തില്ല, ആ രീതിയിലുള്ള റൂമാണ്. നമുക്കിതിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് പോയിട്ട് ബാക്കി എല്ലാ റൂമിലും ഇതുപോലെ TV വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലമാരി ഉണ്ടാവും. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ എല്ലാത്തിലും ഗ്യാസ് കുറ്റിയും ഗ്യാസ് സ്റ്റൗ അടക്കമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും അവരൊരു സർവീസ് ബേസിലായിട്ടാണ് ഇവരിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് പെർ ഡേ ഒരു 1000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് പലരുടെയിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങളോട് കൂടി കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 2000 രൂപയൊക്കെ വാങ്ങിയാലും നമുക്കതൊരു തെറ്റില്ല കേട്ടോ. കാരണം AC വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്യാസ് കുറ്റിയും സ്റ്റൗവും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ
നമുക്ക് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബിസിനസ് മൈൻഡിൽ കാണുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആദ്യം കാണിച്ച വീടിൻ്റെ മേളത്തെ വശത്ത് നമുക്ക് ഇവിടെ വന്നൊരു വിസിബിലിറ്റി കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വിഷ്വൽ കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഈ രീതിയിൽ നമുക്ക് എൻട്രൻസ് വന്ന് അകത്തേക്ക് നമുക്കിപ്പോൾ 4 ബെഡ്റൂംസ് ഉണ്ട്. ഇതിപ്പോൾ 4 റൂമും ഓൾറെഡി ഇപ്പോൾ ഓക്കുപ്പൈഡ് ആണ് കേട്ടോ. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്നവർ ഒരു 3 months 6 months അങ്ങനെ ഒരു ലോങ് ടേമിലൊക്കെ ആയിരിക്കും ചിലർ വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 15,000 രൂപ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ. ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അതായത് ഇതുപോലെ നമുക്ക് ബെഡ് 2 ഉണ്ടാവും, കോട്ടെല്ലാം ഉണ്ട്. അതുപോലെ ഇതുപോലെ ഒരു ചെറിയൊരു കബോർഡ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ്. ഫ്രിഡ്ജ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു കിച്ചൺ. ഇപ്പോൾ കിച്ചണിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളും ഉണ്ടാവുമേ. നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും പ്ലേറ്റുകളും എല്ലാം ഉണ്ട്. ഇതുപോലെ സ്റ്റൗവും ഗ്യാസ് കണക്ഷനും എല്ലാം അങ്ങനെ ഒരു ഫുൾ സെറ്റപ്പോട് കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഡെയിലി വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടെറസാണ്. ടെറസിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം ഫുള്ള് ടൈലെല്ലായിട്ട് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു ഫാൾ സീലിങ്ങും ചെയ്ത് നമുക്ക് സൈഡൊന്ന് മറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോർമെട്രി സ്പേസ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ആ രീതിയിൽ ചെയ്യാം. അല്ല അതുമല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സംരംഭം ചെറുതായിട്ടൊക്കെ ഉള്ള ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിലും നമുക്കിത് അപ്പുറത്തേക്കും ആ ഫ്രണ്ടിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റൂഫ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്പേസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് തുണിയെ കലക്കി ഉണക്കാനിടാനായിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു സ്പേസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഈ 2 കെട്ടിടങ്ങളും കൂടി, ഞങ്ങൾ ആദ്യം കാണിച്ച കെട്ടിടം ഏകദേശം ഒരു 3600 സ്ക്വയർ ഫീറ്റിനടുത്ത്, 3500 മേളിലോട്ടുണ്ട് കേട്ടോ. അത്രയും സ്ക്വയർ ഫീറ്റിലാണ് അതിൻ്റെ നിർമ്മിതി വരുന്നത്. നമുക്ക് ഈ പറയുന്ന അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം ഇതാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. രണ്ടും കൂടെ ഒരു 6600 സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുള്ള നിർമ്മിതി വരുന്നുണ്ട്. നമുക്കതുപോലെ മുൻവശത്ത് ഈ പറഞ്ഞ പോലെ 2-3 കാറുകൾ ഇവിടെയും ഇവിടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ്. പിന്നെ അങ്ങോട്ടേക്ക് സ്പേസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇപ്പം വീട്ടിലവർ താമസിക്കുന്നതുകൊണ്ട് പല സാധനങ്ങളും നമുക്ക് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്ത് ഇനി സ്പേസ് ആക്കി എടുക്കാൻ സാധിക്കും. കാർ പാർക്കിംഗ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വേറൊരു വഴിയും ഉണ്ട് കേട്ടോ. റോഡ് അക്സസും ഉണ്ട്. ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 5.75 crores ആണ്. അതായത് 5.25 കോടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില. നമുക്കിവിടെയുള്ള വില നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഭയങ്കര റേറ്റാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന് ഇത്ര അടുത്ത് നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് ഇല്ല. അതാണ് ഒരു കാര്യം. സ്ഥലമൊക്കെ കിടക്കുവാണെങ്കിൽ നല്ല റേറ്റിനാണ് ഇവിടങ്ങളിലെല്ലാം പോകുന്നത്. ഇവിടെ മെയിനായിട്ട് നമുക്ക് എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് താമസിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഈ രീതിയിലൊന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഡെയിലി നമുക്കൊരു 15,000 to 20,000 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഡെയിലി കയ്യിലേക്ക് ക്യാഷ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് മിസ്സാകല്ല.